ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മളൊരു അസൈൻമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഈ പെട്ടീൻ്റെ ഉള്ളിലാണ് അസൈൻമെൻറ്റ്. ഇംഗ്ലീഷ് അസൈൻമെൻ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു പെട്ടി എടുത്തിട്ട് നമ്മളെന്തെങ്കിലും സൂക്ഷിച്ചു പോലെ എന്തെങ്കിലും സാധനങ്ങൾ ഇതിലിടാം. അതാണ് ടോപ്പിക്ക്. ഞാൻ തുറക്കാൻ പോകണം. ഇവിടെ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ്. എനിക്ക് എന്തിനോ ഒരു ബോക്സ് കിട്ടിയതാണ് കേസ്. ഞാനിങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പെട്ടി സൂക്ഷിച്ച് വയ്ക്കും. അപ്പം ആദ്യം നമ്മൾക്കൊരു ഫ്യൂച്ചർ സെൽഫ് ലെറ്റർ എഴുതാനുണ്ട്. ഇംഗ്ലീഷിൻ്റെയാണ്. അപ്പം അത് ഇതിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ സെൽഫ് ലെറ്ററാണ്. എനിക്ക് ഞാൻ എഴുതുന്ന ലെറ്റർ. ഞാൻ ഇമാജിൻ ഐ ആം 22 or 25 ഏജ് ഓൾഡ്. അങ്ങനെ ആ ഒരു സമയത്ത് ഞാനൊരു 22 അല്ലെ 25 വയസ്സിൽ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിനോട് ഞാൻ എന്ത് പറയണം, അല്ലേ ഇപ്പം എൻ്റെ ഫ്യൂച്ചർ സെൽഫിൽ ഞാൻ ഇരിക്കുവാണ്. എൻ്റെ ഫ്യൂച്ചറിലാണ് ഞാനിപ്പോൾ എങ്കിൽ ഞാൻ എന്ത് പറയും? അതാണ് ഗൈസ്. ഞാൻ പെട്ടെന്ന് റീഡ് ചെയ്യാം. ഞാൻ എഴുതിയിരിക്കുന്നത് ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ്. ഡിയർ സാനു, ഐ ആം പ്രൗഡ് ഓഫ് യു ദാറ്റ് യു ആർ ലിവിങ് ഇൻ എ വണ്ടർഫുൾ ഡ്രീം ലൈഫ് ആൻഡ് യു ഹാവ് അച്ചീവ്ഡ് ദാറ്റ് എ ഗുഡ് dancer, a good artist, a good singer, and you have your own bike, you good science teacher, you have struggled a lot and you have wasted time in your childhood. After coming to 8th standard, you have been tried studying a lot. Now you are a good science teacher. I'm very proud of you, my dear Sanu. Thank you. Yours lovely future self. ഇത് ആക്ച്വലി എനിക്ക് ഇത് എൻ്റെ ഒരു OSLA മാമിൻ്റെ കൗൺസിലിംഗ് മാം വന്നിട്ടുണ്ട്. OSLA മാം എന്നാണ് പറയാറ് നിങ്ങളെങ്ങനെയെന്ന് അറിയില്ല. ആ മാം പറഞ്ഞത് ഇങ്ങനത്തെ ഒക്കെ നമ്മൾ എഴുതിയിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ വർഷത്തിലായിക്കോട്ടെ, എപ്പോഴെങ്കിലും ഒരു ദിവസം ആയിക്കോട്ടെ, നമ്മൾ വീട് ഇത് എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി കിടക്കും. പക്ഷേ നമ്മൾ വീട് ക്ലീൻ ആക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പം നമ്മൾക്കത് അച്ചീവ് ചെയ്യും. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ഓൺ ഹൗസ് വേണം. ഐ എം എ എനിക്കൊരു ഗുഡ് സയൻസ് ടീച്ചർ ആവണം. എനിക്കൊരു ഗുഡ് ആർട്ടിസ്റ്റ്, ഗുഡ് ഡാൻസർ ആവണം. അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ആൻഡ് നെക്സ്റ്റ് മിനിറ്റ് ഇതാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നെ. പക്ഷെ എന്നാലും ഞാനൊരു സാധനം ഇതിൽ കവേഴ്സാണ്. ഞാനിത് ആക്കി വെച്ചു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് മിത്ര തന്നത്. ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. ഞാൻ എവിടെ പോയാലും പുറത്തു പോകുമ്പോൾ വാങ്ങിക്കുക. എൻ്റെ അടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഗൈസ്. സിൽക്കിൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്തിനാ സേവ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ തൂക്കിച്ചാടി. സോ അതൊക്കെ ഇപ്പോൾ വേസ്റ്റാണ്. എപ്പോഴോ തൂക്കിച്ചാടി. പക്ഷേ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. സോ ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് അങ്ങനത്തെ നെക്സ്റ്റ് കുറച്ച് ടോയ്സാണ്. പിന്നീടത്തൊക്കെ കടന്ന് വാങ്ങിച്ച ടോയ്സ് എന്നൊക്കെ എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ ടോയ്സാണ് ഗൈസ്. എനിക്കത് കിൻഡർ ജോയിന്ന് കിട്ടുന്ന ടോയ്സൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും കേട്ടോ. ഇത് വെന്യക്ക് കിട്ടിയത്, ഇതും വെന്യക്ക് കിട്ടിയത്, ഇത് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഒരു കുടയുണ്ട്, എനിക്ക് കാണുന്നില്ല. ഇവിടെയുണ്ട്. ഇത് രണ്ടുണ്ട് ഗൈസ്. ഇത് എൻ്റെത്, ഇത് ഇവളത് വെന്യക്ക് വേറൊരു പ്രാവശ്യം കിൻഡർ ജോയ് നിൽക്കുമ്പോൾ ഈ ടോയ് കിട്ടി. എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പം കിൻഡർ ജോയ് കഴിച്ചപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയുണ്ട്. നാട്ടിൽ പോയപ്പോൾ കിൻഡർ ജോയ് കഴിച്ചപ്പോൾ ഇത് കിട്ടി. അത് രസമുണ്ടെന്ന് വെച്ച് ഞാൻ എടുത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ ബോക്സിനുള്ളിൽ. ഞാൻ ഇത്രയേ വെക്കുന്നുള്ളൂ. ഇനിയിപ്പം വെച്ചിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇത്രയും സേവ് ചെയ്തത് എൻ്റെ അടുത്ത് ഇന്നും ഉണ്ട്. പക്ഷെ അത് എവിടെയൊക്കെയുള്ള ഈ വീട്ടിൻ്റെ മൂലൊക്കെ എവിടെയല്ലോ ഉള്ളത്, അത് എവിടെയുള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.